കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ട മേഖല എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണനാ മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടലുകളുടെ ഭാഗമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ റാങ്കിംഗ് പട്ടികയിൽ മുൻപന്തിയിൽ ഇടം പിടിക്കുകയും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആ മാറ്റങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും എല്ലാം മൂർത്തമായ പ്രതീകം എന്ന നിലയിൽ 285 കോടി രൂപ ചെലവിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പിണറായി ഗ്രാമത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സമുച്ചയം തയ്യാറാവുന്നത്. 13 ഏക്കറിൽ 285 കോടി രൂപ മുടക്കി ഒരുങ്ങുന്ന ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ ഈടുറ്റ സംഭാവന നൽകുന്ന ഒന്നായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു 5 സ്ഥാപനങ്ങളാണ് ഒരു കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത്. പോളിടെക്നിക് കോളേജ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, സിവിൽ സർവീസ് അക്കാദമി. ഇവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഉൽപാദന സേവന മേഖലകളിൽ സംഭാവന നൽകാൻ കഴിയുന്ന തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നവയാണ്. വലിയ വിലയാകുന്നു. അത് സംസ്ഥാനവും വഹിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള തർക്കം വന്നപ്പോൾ അവസാനം 25% സംസ്ഥാനം കൊടുക്കേണ്ടതായിട്ട് വന്നു. ഏകദേശം 6000 കോടിയോളം രൂപ സംസ്ഥാനം കൊടുത്തു. ആ പണം മുഴുവൻ കിഫ്ബിയിൽ നിന്നാണ് എടുത്തത്. കിഫ്ബി എടുത്ത വായ്പ അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്നു ചേർന്ന ഒരു വിനയാണ്. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് എനിക്ക് പോകുന്നില്ല. അത്തരമൊരു ബാധ്യത സംസ്ഥാനത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. അതുപോലെയുള്ള വിവിധ പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാൽ കിഫ്ബി വലിയ തോതിലുള്ള പങ്കാണ് വഹിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, വൈദ്യുതി മേഖലയിൽ പവർ ട്രാൻസ്മിറ്റ്, പവർ ഹൈവേ, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളിൽ വലിയ പങ്കാണ് കിഫ്ബി വഹിച്ചിരിക്കുന്നത്. ഒരു നാടിൻ്റെ വികസനം നടക്കുന്നത് ബജറ്റ് മുഖേനയാണല്ലോ. നാടിൻ്റെ വിഭവശേഷി, സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പണം എത്രയാണോ ആ പണം ഉപയോഗിച്ചാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുക. എല്ലാവർക്കും അറിയാം നമ്മുടെ വിഭവശേഷി കുറവാണ്, ഖജനാവിന് വലിയ ശേഷിയില്ല. അപ്പോൾ പതിറ്റാണ്ടുകൾ കാത്തിരുന്നാലും നടക്കാൻ ഇടയില്ലാത്ത പദ്ധതികൾ. അപ്പോൾ നാടിൻ്റെ വികസനത്തിനെല്ലാം ഒഴിച്ചുകൂടാത്തതാണ്. അതിന് പണം കണ്ടെത്താൻ എന്താണ് വഴി? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിഫ്ബി പുനർജീവിപ്പിക്കുന്ന നിലയെടുത്തത്. അങ്ങനെയാണ് കിഫ്ബി പ്രവർത്തന സജ്ജമായി.
അത് നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് എല്ലാവർക്കും അറിയാം.